അടുക്കളയിലെ സിങ്കിൻ്റെ ബാക്കിൽ ഉള്ള ഈ ഒരു പൈപ്പിൽ നമ്മൾ മണി പ്ലാന്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കണേ. സിങ്കിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ഇതേപോലെ ഒരു പൈപ്പ് സെറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ താഴത്തായിട്ട് ഞാൻ കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഈ മണി പ്ലാന്റ് ഇതിലൂടെ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. കയറ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ ചുറ്റി ചുറ്റി എടുക്കാം. അപ്പോൾ ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കുറച്ച് കയറ് മതി, അതേപോലെ തന്നെ സമയ ലാഭമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചകിരിയാണ് എടുത്തിരിക്കുന്നത്. ചകിരി ആദ്യം നമുക്കിതിൽ ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ പൈപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ചകിരി വെച്ച് കൊടുക്കുക. ആദ്യം താഴത്തൂന്നേ വെച്ചിട്ട് താഴത്ത് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. പിന്നെ തൊട്ട് മുകളിലായിട്ട് വെക്കുക. അങ്ങനെ മുകളിലേക്ക് വരെ ഈ ചകിരി വെച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കെട്ടിക്കൊടുക്കുക. മുകളിലത്തെ ആ കവറിങ് മാത്രം നിർത്തിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ വരെയാണ് നമ്മളിങ്ങനെ ചകിരി വെച്ച് കെട്ടേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കഴിയും കേട്ടോ. കയറാകുമ്പോൾ നമ്മൾ താഴത്ത് തൊട്ടേ ഇങ്ങനെ ചുറ്റി ചുറ്റി കറക്റ്റ് ഇങ്ങനെ ചുറ്റി വരണം. അപ്പോൾ ഇതേപോലെ ചകിരി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഇത് കവർ ചെയ്യുകയും ചെയ്യും. നമുക്ക് കയറ് വെച്ചിട്ട് പിന്നൊന്ന് കെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് മുകളിൽ വരെ ഇതേപോലെ ഈ ചകിരി വെച്ചിട്ട് കെട്ടുകയാണ്. അപ്പോൾ കണ്ടില്ലേ, താഴത്തുനിന്ന് മുകളിൽ വരെ ഇതേപോലെ ചകിരി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു മുകളിലത്തെ അടപ്പിന് തൊട്ട് താഴെ വരെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതവിടെ പിടിച്ച് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കയറാണ്. കയറെടുത്തിട്ട് താഴത്ത് നന്നായിട്ടൊന്ന് കെട്ടി മുറുക്കി ഒന്ന് കെട്ടണം. നന്നായിട്ട് മുറുക്കി ഒന്ന് കെട്ടിയതിന് ശേഷം നമ്മളിതിങ്ങനെ ക്രോസിലായിട്ട് ഇങ്ങനെ നേരെയല്ല, ഇങ്ങനെ ചരിച്ച് ഇതിങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി ചുറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് കയറധികം വേണ്ടി വരികയില്ല. ഇത് നല്ലതായിട്ട് പ്രസ്സായിട്ട് മുറുകിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ചുറ്റിനും ഇങ്ങനെ നന്നായിട്ട് മുറുക്കി ഈ ചകിരി നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ കയറും കൊണ്ട് ചുറ്റുന്ന ആ ഒരു ഇതിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ മുകളിൽ വരെ ഇതേപോലെ ചുറ്റുക. മുകളിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്ത് ആ മുകളിലും നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടണം. വലിക്കുമ്പം തന്നെ അത് ടൈറ്റാക്കി തന്നെ വലിച്ച് മുകളിലേക്ക് കെട്ടുക. അപ്പോൾ മുകളിലെത്തി കഴിയുമ്പോൾ ഇതിനുള്ളിൽ കൂടെ എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഈ കയറിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ബാക്കി ഇങ്ങനെ നിൽക്കുന്ന ഈ ചകിരിയുടെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് നല്ല നിരപ്പാക്കുക. കണ്ട, ഇനി ഇത് ഈ മണി പ്ലാന്റ് ഫുൾ കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇത് കാണുകയില്ല, നല്ല ഭംഗിയാവും. ഇനി നമുക്ക് ഈ മണി പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഈ കയറയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കും, പിന്നെ അതിങ്ങനെ താഴേക്ക് പോരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ വാഴയുടെ നാര് വെച്ചിട്ട് മണി പ്ലാന്റ് ഒന്ന് കെട്ടി കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ താഴത്തും സെൻറ്ററിലും മുകളിലുമായിട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടിത് ഇരുന്നോളും. പിന്നെ അത് വളരുമ്പം അതിൻ്റെ വേര് പിടിച്ച് നന്നായിട്ട് ഭംഗിയായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും. ഇതേപോലെ ഇങ്ങനെ വള്ളിയായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ചുറ്റി എടുത്ത് വെക്കുക. കൂടുതൽ വള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിക്കൂടി ഇങ്ങനെ ചുറ്റി എടുക്കുക. ഇനി മോൾ വശവും ഇതേപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോഴാണ് അത് നേരെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. പിന്നെ അത് വളർന്ന് നല്ല ഭംഗിയായിക്കോളും. അപ്പോൾ ഇതേപോലെയൊക്കെ പൈപ്പുകളൊക്കെ വെറുതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ പെട്ടെന്ന് ഇതേപോലെ സെറ്റാക്കി എടുക്കാം.
അപ്പോൾ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴത്തു നിന്ന് തന്നെ ഇത് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് ഇനിയും വളർന്ന് കിട്ടും. മുകളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഇത് കട്ട് ചെയ്ത് നിർത്തിയാലും മതിയാകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്